മാന്യ പ്രേക്ഷകരെ, നമ്മളെ വീണ്ടും കണ്ടുമുട്ടുന്നു. സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് ഈ ചാനലിന്റെ ബലം. ഇതൊരു കച്ചവട ചാനലല്ല. അറിവ് പകരുക, പുതിയ പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ബഹുദൂരം പിന്നിട്ട് കഴിഞ്ഞു. 200-ലധികം അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ പുതിയ വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും സ്വീകരിക്കപ്പെടണമെന്നില്ല. എന്നിരുന്നാലും മിക്കവാറും എല്ലാ അധ്യായങ്ങൾക്കും അതിൻ്റെതായ സ്വീകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യകമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ലഗ്നത്തെ കുറിച്ചാണ്. ലഗ്നം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആളുകൾ ചിലപ്പോൾ ഇത് കാണും. എന്താണ് അവർക്ക് ലഗ്നം എന്ന് മനസ്സിലാവില്ല. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നം. 12 രാശികൾ ഇങ്ങനെ ഉദിക്കും. അപ്പൊ മേടമാസത്തിലാണെങ്കിൽ ആദ്യം ഉദിക്കുന്നത് മേടമായിരിക്കും. മേടൻ രാശി ഉദിക്കും, പിന്നെ ഇടവൻ രാശി വരും. കഷ്ടിച്ച് 2 മണിക്കൂറാണ് ഒരു രാശിയുടെ സമയം. അത് കുറയും. ഓരോ ദിവസം ചെല്ലുന്തോറും ആ 2 മണിക്കൂർ എന്നുള്ള കുറയും. പിന്നെ ഇടവാണ് എങ്കിൽ ആദ്യം ഇടവാണ് ഉദിക്കുന്നത്. മിഥുനമാണെങ്കിൽ ആദ്യം മിഥുനമാണ് ഉദിക്കുന്നത്. അത് അങ്ങനെയാണ് പോകും. അങ്ങനെ 6 രാശികൾ പകലും 6 രാശികൾ 12 12 രാശികളാണ് നമ്മൾ വരുന്നത്. 12 ലഗ്നമുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇന്ന് നമ്മൾക്ക് ഈ ലഗ്നത്തിന്റെ ഒരു പ്രത്യേകത, ഓരോന്നിന്റെയും അധിപൻ, ഇപ്പോ മേടവും വൃശ്ചികവും ചൊവ്വയുടെ ക്ഷേത്രങ്ങളാണ്. അപ്പൊ അതിന്റെ ലഗ്നാധിപൻ ആരാണ്? മേടത്തിന്റെയും വൃശ്ചികത്തിന്റെയും ലഗ്നാധിപൻ ചൊവ്വയാണ്. ശുക്രന്റെ ക്ഷേത്രമാണ് ഇടവും തുലാം. അതിന്റെ ലഗ്നാധിപൻ ആരാണ്? ശുക്രനാണ്. മിഥുനവും കന്യയുമാണ് ബുധന്റെ ക്ഷേത്രങ്ങൾ. അപ്പൊ അതിന്റെ ലഗ്നാധിപൻ ആരാണ്? ആ രാശിയിൽ ജനിച്ചാൽ അതിന്റെ ലഗ്നാധിപൻ ബുധനാണ്. കർക്കടകം ചന്ദ്രന്റെ ക്ഷേത്രമാണ്. കർക്കടകം ലഗ്നമായാൽ അതിന്റെ ലഗ്നാധിപൻ ചന്ദ്രൻ. ചിങ്ങം ലഗ്നമായാൽ അതിന്റെ ലഗ്നാധിപൻ സൂര്യൻ. പിന്നെ ധനുവും മീനവും ലഗ്നമായാൽ അതിന്റെ ലഗ്നാധിപൻ വ്യാഴം. മകരവും കുംഭവും ലഗ്നം ആയാൽ അതിന്റെ ലഗ്നാധിപൻ ശനി. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ഇടയ്ക്കിട്ട് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്നാലേ നമ്മളുടെ ഈ എപ്പിസോഡ് ശരിക്കും മനസ്സിലാകും. ഇതൊരു കളിതമാശ എപ്പിസോഡുകളല്ല. ഇതെല്ലാം നമുക്ക് പഠിക്കാനും നമുക്ക് സ്വയം മനസ്സിലാക്കാനും വേണ്ടിയുള്ള അറിവ് പകരുന്ന അധ്യായങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇടവത്തെ കുറിച്ച് സംസാരിക്കാം. ഇടവം ലഗ്നമായാൽ ഓരോ ആളുകൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ. ഇടവ ലഗ്നം, ഇടവത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? നേരത്തെ ഞാൻ പറഞ്ഞു, ശുക്രനാണ് ഇടവത്തിന്റെ ഉടമസ്ഥൻ. അതിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രനെ കുറിച്ചൊക്കെ നമ്മൾ പല അധ്യായങ്ങളും പലതുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ശുക്രന്റെ പ്രത്യേകതകളും ശുക്രനെ നമ്മൾ സ്നേഹിക്കുന്നതും ആയ കാര്യങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും പല രീതിയിലായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പൊ ഇടവ ലഗ്നത്തിൽ ജനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇടവ ലഗ്നം ശുക്രന്റെ ലഗ്നമാണ്. ശുക്രൻ പല കാര്യങ്ങളുടെയും പല സുഖഭോഗങ്ങളുടെയും മറ്റു പലതിന്റെയൊക്കെ പ്രയോക്താവായതുകൊണ്ട് ഇടവ ലഗ്നത്തിൽ ജനിക്കുന്ന ആളുകൾ ഹൃദയരോഗികളും, എന്നുവെച്ചാൽ ഹൃദയരോഗം അവർക്ക്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അവർക്ക് കണ്ടുവരുന്നു. അതിന് കാര്യകാരണങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഗവേഷണ ബുദ്ധിയ കാണേണ്ട കാര്യങ്ങളാണ്. തന്നെയല്ല, ഇവര് കലഹശീലന്മാരായിരിക്കും. ദുഃഖം, അതുപോലെ ബന്ധുക്ലേശം, ബന്ധുക്കളുമായിട്ട് വഴക്കുണ്ടാവുക, സ്വത്ത് സംബന്ധമായിട്ടൊക്കെ വഴക്കുണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടവ ലഗ്നക്കാരെ സംബന്ധിച്ചുണ്ട്. എന്നാൽ അവര് കലാകാരന്മാരും കലാരസികന്മാരും പലതരത്തിലുള്ള ഗുണങ്ങളുള്ള ആളുകളുമാണ്. പക്ഷെ ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള വ്യഥകള് കണ്ടുവരാറുണ്ട്. ഇനി വേഗം പറഞ്ഞു പോണ്. മിഥുന ലഗ്നം, അത് ബുധന്റെ ക്ഷേത്രമാണ്. ബുധൻ പൊതുവെ ഒരു സാധുഗ്രഹമാണ്, കൗശലക്കാരനാണ്, കറുകനാമ്പിന്റെ നിറമാണ് കക്ഷിക്ക്. അതുപോലെ അറിവിന്റെ മൂർത്തിയാണത്.
വിദ്യയുടെ അധിപനാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോ മിഥുന ലഗ്നം നപുംസക ഗ്രഹമാണത്, ആണുമല്ല പെണ്ണുമല്ല. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പൊ മിഥുന ലഗ്നം ജനിച്ചാൽ പൊതുവിൽ അവര് ധനവാന്മാരായിരിക്കും, അറിവുള്ളവരായിരിക്കും, സ്വർണത്തിനോട് ആസക്തി ഉണ്ടാവും, സ്വർണം അവർക്ക് ധാരാളം ലഭിക്കും. അതുപോലെ എഞ്ചിനീയറിങ്, നിഗൂഢശാസ്ത്രം, പുസ്തക പ്രസാധനം, എഴുത്തുകാര്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ജനബന്ധം, ജനങ്ങളുമായിട്ട് അവർക്ക് കൂടുതൽ ബന്ധം ഉണ്ടാവും. മധുര ഭാഷണം, സംഭാഷണം അവർക്ക് വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ പ്രസംഗ കല, നന്നായി സംസാരിക്കാൻ സാധിക്കും, നന്നായി പ്രസംഗിക്കാൻ സാധിക്കും, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. ഒരു അധ്യാപകനാണെങ്കിൽ ഈ ബുധന്റെ സ്വാധീനമുള്ള അധ്യാപകനായിരിക്കും ആ സ്കൂളിലെ ഏറ്റവും കേമൻ, അല്ലെങ്കിൽ ആ കോളേജിലെ ഏറ്റവും കേമൻ. എന്നാൽ നമുക്ക് ഒരുപാട് അറിവുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടാവും, അവർക്കൊന്നും ഇയാളെ പോലെ ഷൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ബുധൻ ലഗ്നം. ബുധൻ ലഗ്നമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്നുവെച്ചാൽ ബുധൻ അത്തരം കാര്യങ്ങളിലെല്ലാം ആവാസ കേന്ദ്രമാണ്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ മിഥുന ലഗ്നം ബുധൻ ആണ് അതിന്റെ ലഗ്നാധിപൻ. ഇനി നമുക്ക് കർക്കിടക ലഗ്നത്തിൽ പോകുമ്പോ കർക്കിടക ലഗ്നത്തിന്റെ ഉടമസ്ഥൻ ചന്ദ്രനാണെന്ന് പറഞ്ഞു. ചന്ദ്രനാണ് ലഗ്നാധിപൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാ കാര്യത്തിലും മിടുമിടുക്കുണ്ട്, സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, വൈഭവമുണ്ട്. പക്ഷെ കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. എന്നുവെച്ചാൽ ചന്ദ്രൻ 15 വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതല് പൗർണമി വരെ കയറി 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 കത്തിക്കയറി പൂർണ്ണചന്ദ്രനാവും. അവിടെ നിന്ന് കീഴ്പോട്ട് പോകുന്ന ആദ്യത്തെ 5 ദിവസം ബലമുണ്ട്. കറുത്ത പക്ഷത്തിൽ 5 ദിവസം പഞ്ചമി വരെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. അവിടെ നിന്ന് കീഴ്പോട്ട് പോകുമ്പോ ഇവരുടെ സ്വഭാവഗതിക്കും വ്യത്യാസം വരും. ഇവര് വ്യവസായികളായിരിക്കും, കൃഷി, അതുപോലെ പല കാര്യങ്ങളിലും അവർക്ക് താല്പര്യം ഉണ്ടാവും. സർക്കാർ ഉദ്യോഗം ഉണ്ടാവും. അവർക്ക് മറ്റ് ഔഷധ വ്യാപാരം, ജലബന്ധമുള്ള കാര്യങ്ങൾ, ഔഷധ വ്യാപാരം, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഇവര് മിടുക്കന്മാരായിരിക്കും. അതുപോലെ അവര് പ്രേമലോലുപന്മാരായിരിക്കും. സ്ത്രീകളായാലും പുരുഷന്മാരായാലും പ്രേമ വിഷയങ്ങളെല്ലാം വളരെ താല്പര്യമുള്ളവരായിരിക്കും. ഭാര്യാഭർത്തൃ ബന്ധം സാമാന്യം സുതാര്യമായിരിക്കും. ഇതാണ് കർക്കിടക ലഗ്നത്തിന്റെ ചുരുക്ക ഭാഷ. ഒരു നീട്ടിപ്പരത്തി ഒരുപാട് പറയാൻ നമുക്ക്. ഇനി ചിങ്ങലഗ്നത്തിലേക്ക് പോവാം. ചിങ്ങലഗ്നത്തിന്റെ ഉടമസ്ഥൻ സൂര്യനാണ്. ഇവർക്ക് ചിങ്ങലഗ്നം ജനിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരൗന്നത്യവും സ്വയം ഒരു എടുത്തുപിടുത്തവും, അവർ സ്വയം ഞാൻ എന്തെങ്കിലും ആണ് എന്നുള്ള ഒരു തോന്നലും അവർക്കുണ്ട്. കോപം ഉണ്ടാവും, വല്ലാത്ത കോപികളായിരിക്കും. ആ കോപവും തർക്കശീലം, പിന്നെ വെറുതെ വർത്താനം പറഞ്ഞ ആളുകളെ ശത്രുക്കളാക്കുക, ഇത് ഹൃദ്രോഗത്തിന് കാരണമാകും. അനാവശ്യമായ തർക്കം ടെൻഷൻ ഉണ്ടാക്കും, ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാക്കും. അതുപോലെ സ്ത്രീകളോട് അവർക്ക് അവജ്ഞയായിരിക്കും. സ്ത്രീകളെ അവര് ഒന്നുമായിട്ട് അവർ അംഗീകരിക്കില്ല, അവര് സ്ത്രീകളെ നിന്ദിക്കും. അത് സ്ത്രീകളാണ് ചിങ്ങലഗ്നത്തിൽ എനിക്കല്ലെങ്കിൽ പുരുഷന്മാരോട് ഇത് തന്നെ പ്രവർത്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയാണ് ചിങ്ങലഗ്നം. എന്നിരുന്നാലും അവര് പൊതുവിൽ ഒരു സ്ഥാനമാനമുള്ള ആളുകളും, പക്ഷെ മാന്യതയ്ക്ക് കുറവ് വരും. സ്ഥാനമാനമൊക്കെ ഉണ്ടെങ്കിലും പല സ്ഥാനമാനങ്ങളുള്ള ആളുകളെയും മാന്യന്മാരായിട്ട് പലരും കണക്കാക്കാറില്ല. അവരുടെ കയ്യിൽ പലതും ഉണ്ടാവും, കയ്യിലിരിപ്പ് നല്ലതായിരിക്കില്ല. ഇതാണ് ചിങ്ങലഗ്നം ജനിക്കുന്നയാളുടെ പ്രത്യേകത. ഇനി കന്യലഗ്നത്തിലേക്ക് പോവാം. കന്യലഗ്നം ജനിക്കുന്ന ആളുകള്, അത് ബുധനാണ് ലഗ്നാധിപൻ. ആ ബുധനെ കുറിച്ച് മിഥുനത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. പൊതുവിൽ അവര് ഒരു സുമുഖന്മാരും സൂത്രശാലികളും അതുപോലെ സുന്ദരന്മാരും പ്രേമലോലുപന്മാരായിരിക്കും, പ്രേമലോലുപകളായിരിക്കും. പെണ്ണാണെങ്കിൽ പ്രേമലോലുപകളായിരിക്കും, പുരുഷനാണെങ്കിൽ പ്രേമ വിഷയങ്ങൾ വളരെ, സ്ത്രീകളോട് പുരുഷന്മാർക്ക് പ്രത്യേക ആസക്തിയായിരിക്കും, പ്രത്യേകമായ താല്പര്യമായിരിക്കും. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഈ കന്യലഗ്നക്കാരനുസരിച്ച് കളയും. അത് പുരുഷന്മാരെന്ത് പറഞ്ഞാലും കന്യലഗ്നം സ്ത്രീയും അംഗീകരിക്കും. ഇതാണ് ആ ലഗ്നത്തിന്റെ പ്രത്യേകത. ഒരു മനോഹരമായ ലഗ്നമാണ് ആ സാധനം. അതിനകത്ത് ഇവര് പ്രേമം അവരുടെ തൊഴിലാണ്. അതുപോലെ ഇവർക്ക് സ്ത്രീ സന്താനങ്ങളായിരിക്കും കൂടുതൽ. ആഭരണ ഭ്രമം,
സ്വർണം മുതലായ വെള്ളി മുതലായ സാധനങ്ങളോടൊക്കെ അവർക്ക് വലിയ ആസക്തിയായിരിക്കും. ആഭരണങ്ങൾ ധരിച്ച് നടക്കുക. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ശുദ്ധമായിരിക്കും, നല്ല അറിവുണ്ടാവും. തെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അവർ തെറ്റ് ചെയ്യുന്നത്. അതാണ് അവരുടെ പ്രത്യേകത. എന്ത് കാര്യത്തിനും അവര് ആലോചിച്ചേ പ്രവർത്തിക്കൂ. ബുദ്ധിമാന്മാരും ബുദ്ധിമതികളായിരിക്കും കന്യലഗ്നക്കാര്. അവരെ സംബന്ധിച്ച് ആരെന്ത് വന്ന് പറഞ്ഞാലും അല്ല എന്ന് പറയില്ല, അവരോട് അങ്ങോട്ട് കൂടിച്ചേരും. ഈ പറയുന്ന ആളുകൾ ദുഷ്ടനാണോ ശിഷ്ടനാണോ എന്നൊന്നും അവർ അന്വേഷിക്കില്ല. അവരോട് കൂടിച്ചേർന്ന് മാവില് ചുറ്റിപ്പടഞ്ഞു പോകുന്ന മുല്ലവള്ളി പോലെ പിടിച്ച് അവര് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും അസുഖകരമായ അനുഭവം ഉണ്ടാകുമ്പോഴാണ് അവര് തിരിച്ചടിക്കുന്നതും അവര് പിരിഞ്ഞ് മാറിപ്പോവുകയും ചെയ്യുന്നത്. അത് കന്യലഗ്നത്തിന്റെ പ്രത്യേകത. പൊതുവിൽ അവര് സുന്ദരന്മാരോ സുന്ദരികളോ ആയിരിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള പുസ്തകം വായന, പുസ്തക പ്രസാധനം, എഴുത്ത്, കല, സംഗീതം, ഇതൊക്കെ ഈ കന്യലഗ്നക്കാർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അത് പ്രത്യേകം ഓർത്തിരിക്കുക. ബുധനാണ് അതിന്റെ അധിപൻ. ഇനി തുലാം ലഗ്നത്തിന്റെ ഉടമസ്ഥൻ ശുക്രനാണ്. നമ്മൾ ശുക്രന്റെ വേറൊരു ക്ഷേത്രം കണ്ടതാണ്, എടവം. ശുക്രന്റെ സ്വഭാവവും നമ്മൾ പറഞ്ഞതാണ്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം തുലാം ലഗ്നക്കാര് പലപ്പോഴും പലതിന്റെയും മധ്യസ്ഥരായിരിക്കും. അപ്പുറം പിടിച്ച് നടുക്ക് കയറി പിടിക്കും, അവസാനം വൈരാഗ്യം സമ്പാദിക്കും. ധനപരമായ വിഷയങ്ങളിൽ ഇവർക്ക് കൃത്യനിഷ്ഠ ഉണ്ടാവില്ല. അപഹരണമല്ല, മറിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടില്. കാശെടുത്തും മറിച്ച്, അന്യന്റെ പണം എടുത്തും മറിച്ച് അവരുടേതായ കാര്യം കാണും. അവർക്ക് മറ്റുള്ളവരുടെ ചെലവിലായിരിക്കും അവര് ജീവിക്കുന്നത്. മുതൽ മറ്റുള്ളവരായിരിക്കും കൈകാര്യം ചെയ്യുന്ന ഇവരായിരിക്കും. അതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്നാ പിടിച്ചോ, താൻ തന്നെ നടത്തിക്കോ എന്നെല്ലാം അവര് പറഞ്ഞു കളയും. ധനപരമായി അവര് കൃത്യനിഷ്ഠയുള്ള ആളുകളായിരിക്കില്ല. എന്നാൽ അവരുടെ വരവ് ചെലവുകളും അവരുടെ കാര്യങ്ങളിലും അവര് കൃതകൃത്യത പാലിക്കുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചുള്ള പ്രത്യേകത അതാണ്. അപ്പോ എടവം ശുക്രന്റെ രാശിയാണെങ്കിലും എടവ ലഗ്നക്കാരനല്ല തുലാം ലഗ്നക്കാരൻ. തുലാം ലഗ്നക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇത് കേവലം കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനകത്ത്. പക്ഷെ വളരെ തൊട്ട് തലോടി പോവുകയാണ്. കാരണം നമുക്കൊരു ചെറിയ സമയപരിധി ഉണ്ട്, ആ സമയപരിധിയിൽ ഒതുക്കി നിർത്തണം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. വൃശ്ചിക ലഗ്നത്തിന്റെ ഉടമസ്ഥൻ ചൊവ്വയാണ്. ചൊവ്വയുടെ വേറൊരു ക്ഷേത്രം നമ്മൾ കണ്ടു, മേടത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ച് വൃശ്ചികം എന്ന് പറഞ്ഞാൽ വിഷവസ്തുക്കൾ. അതിന്റെ അടയാളം തന്നെ തേള്, ഞണ്ട് മുതലായ സാധനങ്ങളാണ്. കൊമ്പിലെല്ലാം വിഷമുണ്ട്. ഇവരുടെ വാക്കുകളിൽ എപ്പോഴും പാരുഷ്യം ഉണ്ടായിരിക്കും, വാക്കുകൾ മയമായിരിക്കില്ല. രണ്ടർത്ഥം വെച്ചായിരിക്കും അവര് സംസാരിക്കുന്നത്. ദുഷ്ടത ഉണ്ടാവും. എന്നാൽ ചിലരെല്ലാം ചില സമയത്ത് വളരെ സ്നേഹമയികളായി സ്നേഹത്തോടു കൂടി പെരുമാറുകയും അത് കപട സ്നേഹമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അവരെ സംബന്ധിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ഭാഗ്യഹീനതകൾ ഉണ്ടാകുകയും ചെയ്യും. ഇവരുടെ കുട്ടികൾ സാധാരണഗതിയിൽ ഇവർക്ക് എതിരായി പെരുമാറുകയും കുടുംബസ്വൈര്യം നഷ്ടപ്പെടുകയും കുട്ടികൾ അവരുടെ വിപരീത ദശയിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഒരു അധ്യാപകനാണ്, അയാൾക്ക് മക്കളുണ്ട്, 1, 2, 3 മക്കളൊക്കെ ഉണ്ടാവും. അവരെല്ലാം ഈ അധ്യാപകന്റെ രീതിയിൽ നിന്ന് വിട്ടിട്ട് അവരുടെ സ്വഭാവഗതിക്ക് അനുസരിച്ചല്ലാതെയും മറ്റും അവർ പെരുമാറിക്കളയും. ഇതാണ് വൃശ്ചിക ലഗ്നത്തിന്റെ പ്രത്യേകത. ഇവർക്കും വൃശ്ചിക ലഗ്നത്തിനും സാധാരണഗതിയിൽ കോപം ഒരു വശമായ ഒരു സ്വഭാവവിശേഷമായിട്ട് ഒരു അടയാളമായിട്ട് വരികയും അത് ഹൃദ്രോഗം, ബ്ലഡ് പ്രഷർ മുതലായ രോഗങ്ങൾക്ക് വഴിമാറുകയും ചെയ്യും. അത് അതിന്റെ ഒരു വശമാണ്. കാരണം വെച്ചാൽ ആ സ്വഭാവവും ആ ലഗ്നത്തിന്റെ പ്രത്യേകതയും കൊണ്ടാണ് ഇങ്ങനെയെല്ലാം വരുന്നത്. അത് ചൊവ്വയുടെ ക്ഷേത്രമാണ്. തന്നെയല്ല ഇവര് തീവ്രത ഉള്ള ആളുകളായിരിക്കും. അവർക്ക് സാമാന്യ സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ മനസ്സെന്തെന്ന് കാണാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇനി ധനു ലഗ്നം വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. ലഗ്നാധിപൻ വ്യാഴമാണ്. അവര് ആയുധം ധരിക്കുന്നവരും
യുദ്ധത്തിൽ താല്പര്യമുള്ളവരും അതുപോലെ സ്ത്രീ വിഷയങ്ങളിൽ വളരെ അല്ലെങ്കിൽ പുരുഷ പ്രിയത്വം ഉള്ള ആളുകളും പൈൽസ് അതുപോലെ ജന്തുക്കളുടെ കയ്യിൽ നിന്ന് അക്രമം സംഭവിക്കുക. അപ്പൊ പണ്ടാരോ ഒരു വിഡ്ഢി നമ്പൂതിരി കാളയുടെ കൊമ്പിനകത്ത് കൂടി തല കടത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തല കടത്തിയ കാളയുടെ കൊമ്പിനകത്ത് തല കടത്തിയാൽ എന്താ ഉണ്ടാവുക നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ അങ്ങനെയൊക്കെ മൃഗങ്ങളുടെ അടുത്ത് ആനക്കാരാവുക, അല്ലെങ്കിൽ മറ്റു കാലികളെ മേയ്ക്കുക, അല്ലെങ്കിൽ കാട്ടിൽ പോവുക, സഞ്ചാരത്തിന് പോയിട്ട് ജന്തുക്കളിൽ നിന്ന് അക്രമങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാറുണ്ട്. അത് ധനുലഗ്നം വ്യാഴത്തിന്റെ ലഗ്നാധിപത്യം ഉണ്ടായിട്ട് പോലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആയുധ ഭയം അവർക്ക് സദാസമയം ഉണ്ടാകുന്ന. ഇവര് യോഗ്യന്മാരായിരിക്കും, ധനവാന്മാരായിരിക്കും, അവർക്ക് നീതിബോധം ഒരു പരിധി വരെ ഉണ്ടാകും, അവര് ജനപ്രിയരായിരിക്കും, ജനനേതാക്കളായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഈ പറയുന്ന രോഗങ്ങളും മറ്റു കാര്യങ്ങളും അവരെ അലട്ടുകയും ഇത്തരത്തിലുള്ള ആപത്തുകളിൽ ഈ ധനു ലഗ്നക്കാര് ചെന്ന് പെടുകയും ചെയ്യും. അത് ലഗ്നാധിപൻ വ്യാഴമായിട്ട് പോലും എന്ന് ഞാൻ അണ്ടർലൈൻ ഇട്ട് പറയുകയാണ്. മകരം ശനിയുടെ ക്ഷേത്രമാണല്ലോ. ശനി മടിയനാണ്, മുഷിഞ്ഞ ആളാണ്, വലിയ വസ്ത്രം ധരിക്കുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ മകര ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഗുണങ്ങളാണ്. അവര് നല്ലവരും ജനസേവകരും, അവര് അലസതയും മടിയും അവർക്കുണ്ട് എങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് വളരെ വിശേഷപ്പെട്ട ആളുകളായിരിക്കും മകരലഗ്നക്കാര്. വാതരോഗം അവരെ അലട്ടും, വാദസംബന്ധമായ മുട്ടുവേദന, ഇപ്പൊ മുട്ട് ഓപ്പറേഷൻ ഒക്കെ ഒരു പ്രോഗ്രാം ആണല്ലോ. ഇപ്പൊ ആശുപത്രിക്കാർക്കൊക്കെ ഒരു പാക്കേജ് ആണ്. ഏത് ആശുപത്രി ചെന്നാലും മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ ഉടനെ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യും, അതിന് ഇത്ര ലക്ഷം രൂപ. നമ്മൾ അവിടെ വിട്ട് വേറെ ആശുപത്രി ചെന്നാലും അവിടെ ഇത് തന്നെ ആയിരിക്കും റേറ്റ്, അവിടെയും പറയാൻ പോണത് തന്നെ ആയിരിക്കും. എന്നതുപോലെ ഉള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടും. അവര് വസ്ത്രധാരണത്തിലൊന്നും വലിയ കാര്യമായ ശ്രദ്ധയൊന്നും ചെലുത്തൂല. എന്തെങ്കിലും കിട്ടിയ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അവര് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവര് മുടി ചെയ്യുന്ന കാര്യത്തിലോ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെ ഇരിക്കും. കാരണം മുടി ചെയ്യാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. പക്ഷെ അവര് നല്ലവരായിരിക്കും. അവര് ശനിയാണ് ലഗ്നാധിപൻ എങ്കിൽ പോലും ജനോപകാരം, അതുപോലെ അവര് മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക മുതലായ കാര്യങ്ങൾ മകര ലഗ്നത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. കണ്ടുവരുന്ന കാര്യമാണ്, അനുഭവസാക്ഷ്യമാണ് ഈ പറയുന്നത്. പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യമല്ല ഈ പറയുന്നത്. ഇത് അനേകം ആളുകളെ കണ്ട് അവരെ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന കാര്യം മാത്രമാണ് ഇവിടെ നമ്മുടെ എപ്പിസോഡിൽ വരുന്നത്. നുണയല്ല, നേരായ കാര്യങ്ങൾ മാത്രമാണ്. ഇനി കുംഭം ശനിയുടെ ക്ഷേത്രമാണ്. പക്ഷെ കുംഭം ശനിയുടെ ക്ഷേത്രമാണെങ്കിലും മകരത്തെ പോലെ അല്ല കുംഭം. വഞ്ചനാ സ്വഭാവം, ദൈവവിശ്വാസം ഉണ്ടാവില്ല, യുക്തിവാദി, ഏത് ദൈവത്തെയും അവര് നിന്ദിക്കും, ഏത് ദുഷ്പ്രവൃത്തിയും അവര് ചെയ്യാൻ തയ്യാറാകും. ധനാപഹരണം, ധനസമ്പാദനത്തിനായി ഏത് വളഞ്ഞ വഴിയും അവർ സ്വീകരിക്കുക. ഒന്നിലധികം സ്ത്രീകളുമായി പുരുഷന് ബന്ധവും ഒന്നിലധികം പുരുഷന്മാരായി സ്ത്രീകൾക്ക് ബന്ധവും വരിക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുംഭലഗ്നത്തിനുണ്ട്. ലഗ്നാധിപൻ ശനിയാണ്, മകരത്തിന്റെ ലഗ്നാധിപൻ ശനിയാണ്. പക്ഷെ മകരത്തിന്റെ അനുഭവം അല്ല കുംഭത്തിന് വരുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടത്തെ പ്രത്യേകത, അതാണ് ഇവിടത്തെ പാരഡോക്സി അഥവാ വിരോധാഭാസം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോ ഒരേ ലഗ്നാധിപൻ 2 മാസങ്ങളുടെ ആധിപത്യം വെച്ചാൽ മകരത്തിന്റെ ആധിപത്യം വഹിക്കുന്നു ശനി, കുംഭത്തിന്റെ ആധിപത്യം, അനുഭവ സാക്ഷ്യം വേറെയാണ്, അനുഭവ സത്യങ്ങൾ വേറെയാണ്, മാറി മാറി വരുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ സംഭവം. നമ്മള് പ്രതിപാദിക്കുന്ന വിഷയങ്ങളിൽ വരുന്ന പ്രത്യേകത ഈ ശാസ്ത്രത്തിന് ഒന്നിനൊന്ന് വ്യത്യസ്തമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി മീനം വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. അവര് മീനം, അതിന്റെ ഉടമസ്ഥൻ വ്യാഴമാണ്, ലഗ്നാധിപൻ വ്യാഴമാണ്. വിനയം, ധനം, പൗരുഷം, ദൈവഭക്തി, ക്ഷേത്രഭരണം, സത്യസന്ധത, മറ്റുള്ളവരെ സഹായിക്കുക, ദീനാനുകമ്പ,
ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ മീനം ലഗ്നമായി ലഗ്നാധിപനായ വ്യാഴം അവർക്ക് ചെയ്തു കൊടുക്കുന്നു. മീനലഗ്നം ആയി ജനിച്ചാൽ ഉണ്ടാകുന്ന അനുഭവമാണ്. അപ്പോ ഇതാണ്. ഇനി അടുത്ത മേടവും കൂടി പറയണം. 12ാമത്തത് മേടമാണ്. മേടം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മേടവും വൃശ്ചികവും ചൊവ്വയുടെ ക്ഷേത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 12ാമത്തത് മേടമാണ്. എടവം ലഗ്നത്തിന്റെ 12ാം ഭാവം. ഇടവ ലഗ്നത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓരോ ഭാവത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ഓരോ ഭാവത്തിന്റെയും ഉടമസ്ഥന്മാരെ കുറിച്ച് പറഞ്ഞു. ഇനി മേടലഗ്നം 12ാം ഭാവമാണ് ഇടവത്തിന്റെ. അപ്പോ ആ മേടം ആയി ജനിച്ചാൽ, മേടം 12ാം ഭാവമായി ജനിച്ചാൽ, ഇടവലഗ്നത്തിന്റെ 12ാം ഭാവമായി ജനിച്ചാൽ അവർക്ക് സുഖം, ധനം, വസ്ത്രലാഭം, പക്ഷിമൃഗാദികളെ വളർത്തുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാകുക, ഭാര്യ ഭർത്തൃബന്ധം സുതാര്യമാകുക, ജനസമൂഹത്തിൽ അറിയപ്പെടുക മുതലായ കാര്യങ്ങൾ ഇതിലെല്ലാം വന്നു പെടുന്നു. അപ്പൊ നമ്മളിവിടെ ചെയ്തത് എന്താണ്? ആദ്യം മേടലഗ്നം എടുത്തു. ആ മേടലഗ്നത്തിന്റെ 12 ഭാവങ്ങളുടെയും ഉടമസ്ഥന്മാരെ അനലൈസ് ചെയ്തു. ഇപ്പൊ നമ്മള് ഇടവലഗ്നത്തെ പരാമർശിച്ചു. ഇടവലഗ്നത്തിന്റെ അടുത്ത ഭാവം 2ാം ഭാവം മിഥുനമാണ്. മിഥുനത്തിന്റെ അധിപൻ ആരാണ്? അതിന്റെ ലഗ്നാധിപൻ ആരാണ്? അയാളുടെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞു. പിന്നെ 3ാം ഭാവം കർക്കിടകമാണ്. ഇടവത്തിന്റെ 3 കർക്കിടകമാണ്. ഇടവത്തിന്റെ 4 ചിങ്ങമാണ്. ഇടവത്തിന്റെ 5 കന്നിയാണ്. ഇടവത്തിന്റെ 6 തുലാമാണ്. ഇടവത്തിന്റെ 7 വൃശ്ചികമാണ്. ഇടവത്തിന്റെ 8 ധനുരാശിയാണ്. അതുപോലെ ഇടവത്തിന്റെ 9 മകരൻ രാശിയാണ്. 10 കുംഭൻ രാശിയാണ്. 11 മീനൻ രാശിയാണ്. 12 മേടൻ രാശിയാണ്. ഈ 12 രാശികളെയും ആ 12 രാശികളുടെ ഉടമസ്ഥന്മാര് ആരൊക്കെയാണെന്നും അതിന്റെ അധിപന്മാരാരാണെന്നും അതിൽ ഈ ഇടവലഗ്നത്തിന് സംഭവിക്കുന്ന ജയാപജയങ്ങൾ എന്താണെന്നുമാണ് നമ്മളിവിടെ പരാമർശിച്ചത്. പ്രത്യേകം ഓർക്കണം, ഇടവലഗ്നം ജനിച്ചാലുള്ള വ്യക്തികളുടെ ജയാപജയങ്ങൾ, അവരുടെ ഗുണദോഷ മിശ്ര സ്വഭാവങ്ങൾ ഓരോ ഭാവത്തെ കൊണ്ടും നമ്മൾ ചിന്തിക്കുകയാണ് ഇവിടെ ചെയ്തത്. പ്രത്യേകം നിങ്ങൾ അത് മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത്. എന്നുവെച്ചാൽ ഇടവം ലഗ്നമായാലുണ്ടാകുന്ന പ്രത്യേകത, അതിന്റെ 2ാം ഭാവം, അതിന്റെ 3ാം ഭാവം മുതൽ 12ാം ഭാവം വരെ ഉള്ള ഓരോ ക്ഷേത്രങ്ങളുടെയും അധിപന്മാരെയും അവർക്ക് ഉണ്ടാകുന്ന പ്രത്യേകത ഇടവലഗ്നത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഇടവലഗ്നത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇടവലഗ്നത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ഇടവലഗ്നത്തിന്റെ 12 ഭാവങ്ങളെയും നമ്മൾ ടച്ച് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോ ഒരു ലഗ്നം, മേടം കഴിഞ്ഞ് ഇടവലഗ്നം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി മിഥുനലഗ്നത്തെ കുറിച്ചാണ് അടുത്ത തവണ അടുത്ത എപ്പിസോഡിൽ പറയുന്നത്. അതിന്റെ 12 ഭാവങ്ങളിൽ ഓരോരുത്തർ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും ആ ലഗ്നത്തിന് ഓരോ ഭാവം എങ്ങനെ അനുഭവങ്ങൾ തരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം ഈ എപ്പിസോഡ് കാണാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ജനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓരോ ലഗ്നത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. മേടം കഴിഞ്ഞും ഇടവം കഴിഞ്ഞും മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം വരെയുള്ള എല്ലാ ലഗ്നങ്ങളെയും നമ്മൾ പരാമർശിക്കുമ്പോൾ ആ ലഗ്നത്തിന് ആ ലഗ്നം 2, 3, 4, 5, 6 ഭാവങ്ങൾ ആരാണോ വരുന്നത്, ഏത് ക്ഷേത്രമാണോ വരുന്നത്, ആ ക്ഷേത്രത്തിൻ്റെതായ പ്രത്യേകതയും അവർക്കുണ്ടാകുന്ന അനുഭവത്തെയുമാണ് സംക്ഷിപ്തമായി നമ്മളിവിടെ പരാമർശിച്ചത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. സംശയത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. എല്ലാ ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലും ഇതുപോലുള്ള വളരെ ടഫായ കാര്യങ്ങളും ലളിതമായ കാര്യങ്ങളും
പരാമർശിച്ചുകൊണ്ടേയിരിക്കാം. ഇത് കേട്ട് മനസ്സിലാക്കിയ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.